സാറേ. ഇടവേളയ്ക്ക് ശേഷം ഇന്നും കയറാൻ പറ്റിയല്ലേ? അതെ അതെ. ഇടവേളകൾ ഇപ്പൊ കൂടിക്കൂടി വരുന്നു, മറ്റേ കുഴപ്പമില്ലായിരുന്നല്ലേ? ഇടവേളകൾ ഒരുപാടാകുന്നു. പിടിച്ചുകയെല്ലാം കേട്ട് തീർക്കാനുള്ള സമയമില്ല. നേരം പോലെ കുറച്ച് കേൾക്കുക അല്ലേ? ഇനിയും വലിയ ഗ്യാപ്പ് വരത്തില്ലെന്നുള്ള വിചാരമാണ് ആണിപ്പോ ഉള്ളത്. ഇങ്ങനെ പോയാ മതി, 2 മാസം കൂടി, പിന്നെ കുഴപ്പമില്ല, പോട്ടെ. അതെ, 1-2 മാസത്തെ കാര്യം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. പഞ്ചമത്തിൽ 4-ാം അധ്യായം, ഇനി 9 അല്ലേ എടുക്കുന്നത്? അതെ സർ. പഞ്ചമസ്കന്ധം അധ്യായം 4 ശ്ലോകം 9. 5, 4, 9. യേഷാം ഖലു മഹായോഗി ഭരതോ ജ്യേഷ്ഠശ്രേഷ്ഠഗുണാം ആഫീര്യേനേദം വർഷം ഭാരതമിതി വ്യപദിശന്തി. ഋഷഭദേവ ചരിതമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ അംശാവതാരമായ ഋഷഭദേവൻ ഈ അജ്നാഭ വർഷത്തെ ധരിച്ച് അതിൻ്റെ പുണ്യം ലോകങ്ങൾക്കെല്ലാം വിതരണം ചെയ്ത് എല്ലാ ജനങ്ങൾക്കും മോക്ഷം സമ്പാദിക്കാനുള്ള ഉപായങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ അനുഷ്ഠാനം ചെയ്തുകൊണ്ട് എല്ലാ ദേശവാസികളും ഇതൊക്കെ അനുഷ്ഠിക്കണം എന്നുറപ്പിച്ചുകൊണ്ട് താൻ ഭഗവത് അവതാരമായതുകൊണ്ട് ജന്മനാ ജ്ഞാനിയാണെങ്കിലും മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്താൻ ഈ വഴി വരാൻ വേണ്ടി താൻ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തു. അഭ്യാസം ചെയ്ത് പൂർണ്ണമായപ്പോൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു. ആ ഗൃഹസ്ഥാശ്രമത്തിലെ ഇന്ദ്രൻ കൊടുത്ത ജയന്തി എന്നുള്ള ഒരു പത്നിയിൽ തനിക്ക് തുല്യരായ 100 പുത്രന്മാരെ ജനിപ്പിച്ചു എന്നാണ് ഇതുവരെ പറഞ്ഞു വെച്ച കഥയുടെ സംഗ്രഹം മുമ്പത്തെ ശ്ലോകങ്ങളിൽ. ഇനിയും ബാക്കിയേക്കാം. യേഷാം ഖലു, അവരിൽ വെച്ച്, ആരിൽ വെച്ച്? 100 പേരിൽ വെച്ച്. യേഷാം ഖലു മഹായോഗി ഭരതോ ജ്യേഷ്ഠ, അവരിൽ വെച്ച് മഹായോഗിയായ ഭരതൻ ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ ഏറ്റവും മൂത്ത പുത്രൻ, ജ്യേഷ്ഠൻ. അതിന്റെ താഴെയുള്ളവരൊക്കെ ജായാന്മാരാണ്. ഏറ്റവും ഇളയാള് കനിഷ്ഠനുമാണ്. അപ്പൊ ഇത് ജ്യേഷ്ഠൻ ആണ്, മൂത്ത പുത്രൻ. ശ്രേഷ്ഠ ഗുണ, ഉത്കൃഷ്ടമായ ഗുണങ്ങളുള്ളവനാണ് അവൻ. ആഫീദ് ആയിരുന്നു. ഏന ഇതം, യാതൊരുവനാൽ, ഈ വർഷം, ഇതം വർഷം, ഈ അജനാഭ വർഷം, യാതൊരു ഭരതനാൽ ഈ അജനാഭ വർഷം ഭാരതമിതി വ്യപദിശന്തി. ഈ ഭരതൻ രാജ്യം ഭരിച്ചതുകൊണ്ട് ഭരതന്റെ പേരിൽ ഈ അജനാഭ വർഷം അറിയപ്പെട്ടു. അങ്ങനെ ഭാരതം എന്ന പേര് വ്യപദിശന്തി വിളിക്കപ്പെട്ടു. അന്നു മുതൽ അജനാഭ വർഷം ഭാരതവർഷം എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ ഉത്കൃഷ്ടരായ സത്വജനങ്ങളിലുള്ള മഹാജനങ്ങൾ ഭരിക്കുമ്പോൾ അവരുടെ പേര് ആ രാജ്യത്തിന് കൊടുക്കുക സ്വാഭാവികമാണ്. അത് അന്ന് നിലനിന്നാണ്. ദുർജനങ്ങളുടെ പേരല്ല, സജ്ജനങ്ങളുടെ പേര് രാജ്യത്തിന് കൊടുത്തിട്ട് ആ പേരിൽ രാജ്യം അറിയപ്പെടണം എന്നുള്ള ഒരു ചിന്ത ഒരുപക്ഷെ അന്ന് ഉണ്ടായിരുന്നിരിക്കണം. ഇത് തന്നെ ധാരാളം മതിയല്ലോ. ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യം പണ്ടേ ഉണ്ടായിരുന്നു. തീർച്ചയായും. ഓരോ പേരും അജനാഭാരതം, അങ്ങനെ ഓരോ പേരിൽ അറിയപ്പെട്ട ഒരു വർഷം, വർഷത്തെ ഒരു ഭൂവിഭാഗം. അല്ല ഇപ്പൊ ഒരുപാട് പുതിയ ആൾക്കാർ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ ഇല്ലായിരുന്നു, ഭാരതം ഇല്ലായിരുന്നു, മാറ്റിയെടുത്താന്നൊക്കെ പറഞ്ഞത് വ്യക്തമായിട്ട് ഇന്നത്തെ ഇംഗ്ലീഷുകാർ വന്നതിന് ശേഷം ഭാരതം ഉണ്ടായതെന്നല്ലേ?
ഓ അത് കൊള്ളാം, അത് ശരി. അങ്ങനെയല്ലേ പറയുന്നത്. അതവിടെ അത് വോട്ട് അവരൊക്കെ ഇത് അത് വോട്ടിന് നോക്കേണ്ടത് വേണ്ടി പറയുന്നതാ സാറേ. അത്രയുണ്ട്. അതെ അതെ, അത് വെറും വോട്ടിന് വേണ്ടി മാത്രമാ. മാത്രമല്ല. പക്ഷേ ചരിത്രാതീത കാലം മുതലേ പക്ഷെ ഭാരതം ഇങ്ങനെ ഈ പറഞ്ഞ ഒരു വിഭാഗം ജനങ്ങളെ അങ്ങ് വിശ്വസിച്ചു പോവാ, അതാ കുഴപ്പം. ആ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയല്ലേ. ആ, അപ്പൊ അവരൊക്കെ ഈ സത്യം. അവരെയൊക്കെ ഇത് കാണിക്കേണ്ടതാണ്. അതെ അതെ. അതുകൊണ്ട് അന്ന് മുതൽ ഈ വർഷത്തിന് ഭാരതവർഷം എന്ന പേരിൽ അറിയപ്പെട്ടു. യേഷാം ഖലു മഹായോഗി ഭരതോ ജ്യേഷ്ഠ ശ്രേഷ്ഠ ഗുണ ആസീദ്യേനേദം വർഷം ഭാരതമിതി വ്യവദിശന്തി. യേഷാം ഖലു മഹായോഗി ഭരതോ ജ്യേഷ്ഠ ശ്രേഷ്ഠ ഗുണ ആസീദ്യേനേദം വർഷം ഭാരതമിതി വ്യവദിശന്തി. തമനു കുശാവർത്ത ഇളാവർത്തോ ബ്രഹ്മാവർത്തോ മലയക്കേതു ഭദ്രഫേന ഇന്ദ്രപൃഗ്വിദർഭക്കീകടൈതി നവനവതി പ്രധാനാഹം. അവനെ അനുസരിച്ചുകൊണ്ട് തം അനുജ അവനെ അനുസരിച്ചുകൊണ്ട് കുശാവർത്തൻ, ഇളാവർത്തൻ, ബ്രഹ്മാവർത്തൻ, മലയൻ, കേതു, ഭദ്രഫേനൻ, ഇന്ദ്രപൃക്ക്, വിദർഭൻ, കീകടൻ എന്ന് 9 പേര് ബാക്കിയുള്ള 90 പേരിൽ വെച്ച് പ്രധാനന്മാരായിട്ട്. മൂത്ത ആള് ഭരതൻ, അതിന് താഴെ 9 പേര്. ഇപ്പൊ എത്രയായി? 9 നിന്നും 10 പേരായി. 100 പേരിൽ ഇനിയും 90 പേരാണ് ബാക്കിയുള്ളത് പരിചയപ്പെടുത്താൻ. തമനു കുശാവർത്ത ഇലാവർത്തോ ബ്രഹ്മാവർത്തോ മലയ കേതു ഭദ്രഫേന ഇന്ദ്രപൃഗ്വിദർഭക്കീകടൈതി നവതി പ്രധാനാഹം. കവർഹരിരന്തരിക്ഷ പ്രബുദ്ധ പിപ്പരായന ആവിർഹോത്രോധ ദ്രുമിളശ്രമഫക്കരഭാജനാം. ഇത് ഭാഗവത ധർമ്മദർശന നവമഹാഭാഗവതാം തേഷാം സുചരിതം ഭഗവൻ മഹിമോപവിർമിഹിതം വസുദേവനാരദ സംവാദം ഉപശമായനം ഉപരിഷ്ടാത് വർണ്ണയിഷ്യാമാം. ഇനിയുള്ളത് 9 പേര് കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പരായനൻ, ആവിർഹോത്രൻ, അനന്തരം ദ്രുമിളൻ, ചമഫൻ, കരഭാജൻ എന്ന് 9 പേര്. ഇത് ഇങ്ങനെ ഭാഗവത ധർമ്മ ദർശന. ഇവർ ഭാഗവത ധർമ്മത്തെ കാണിച്ചു തരുന്നവരാണ്. 9 പേര് മഹാഭാഗവതാഹ, വലിയ മഹാഭാഗവതന്മാരാണ്. തേഷാം സുചരിതം, അവരുടെ എല്ലാം നല്ല ചരിത്രമുണ്ട്. അത് ഭഗവൻ മഹിമ ഉപബിംഹിതം, ഭഗവാന്റെ മഹാത്മ്യത്തെ വളർത്തി കാണിക്കുന്നതാണ്. ഉപബിംഹിതം വർദ്ധിപ്പിക്കുക. അതിനെ വളർത്തി കാണിക്കുന്ന വസുദേവ നാരദ സംവാദം. വസുദേവൻ, നാരദൻ രണ്ടുപേരും തമ്മിലുള്ള സംവാദത്തിൽ ഉപശമായനം, ശാന്തി മാർഗത്തെ കാണിക്കുന്നതാണ്. ഉപശമം, ശാന്തി. ഉപശമ അയനം എന്ന് വെച്ചാൽ വഴി, മാർഗം. ഉപശമായനം ശാന്തി മാർഗത്തെ കാണിക്കുന്ന നാരദ സംവാദം ഉപശമായനം ഉപരിഷ്ടാത്. പിന്നീട് മുകളിൽ വർണ്ണയിഷ്യാമ, ഞങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. ഇപ്പൊ അത് വിടുകയാണ്. ഏകാദശ സ്കന്ധത്തിലെ 1, 2 അധ്യായം, 3 അധ്യായങ്ങളായിട്ട് നിമി നവയോഗി സംവാദം എന്ന പേരില് നമ്മളിപ്പോ ഏകാദശത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 9 പേരിൽ 2-3 പേരുടെ ചോദ്യോത്തരങ്ങൾ. അത് വാസ്തവത്തിൽ ഭാഗവതത്തിന്റെ ഏറ്റവും വലിയ കരുത്തായ കാതലാണ്. അത് ഇനിയും ഞങ്ങൾ പറയുന്നുണ്ട് എന്നർത്ഥം. ഇല്ല, ഇനി 9 പേരുടെ പേര് മാത്രം പറഞ്ഞു വിടുക. ഈ 9 പേരും പരമഭാഗവതന്മാരാണ്. ഭാഗവത ധർമ്മത്തെ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുന്നവരാണ്. അവരുടെ ആ സുചരിതം ഭഗവൻ മഹാത്മ്യത്തോട് ചേർത്തേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വസുദേവന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് നാരദൻ ഈ ശാന്തി മാർഗത്തെ കാണിക്കുന്ന ഇവരുടെ കഥ പറയുന്നുണ്ട്. അത് ഇനി ഞാൻ പിന്നൊരിക്കൽ പറഞ്ഞില്ല, ഏകാദശത്തിൽ പറയാൻ പറ്റും. അതുകൊണ്ട് ആ വിഷയം ഇവിടെ വിടുക. ഈ 9 പേരെ കുറിച്ച് കവിർ ഹരിരന്തരിക്ഷ പ്രബുദ്ധ പിപ്പരായനാം ആവിർഹോത്രോധ ദ്രുമിളശ്രമഫക്കരഭാജനാം. ഇത് ഭാഗവത ധർമ്മദർശന നവ മഹാഭാഗവതാസ്തേഷാം സുചരിതം ഭഗവൻ മഹിമോപബിർമിഹിതം വസുദേവനാരദ സംവാദം ഉപശമായനം ഉപരിഷ്ടാത് വർണ്ണയിഷ്യാമാം. കവിർ ഹരിരന്തരിക്ഷ പ്രബുദ്ധ പിപ്പരായനാം
ആവിർഹോത്രോധദ്രുമിളശ്ചമഭക്കരഭാജനാം ഇതി ഭാഗവതധർമ്മദർശന നവമഹാഭാഗവതാസ്തേഷാം സുചരിതം ഭഗവന്മഹിമോപവിബൃംഹിതം ബഹുദേവ നാരദ സംവാദം ഉപശമായനം ഉപരിഷ്ടാത് വർണ്ണയിഷ്യാമാം. യവീയംസ ഏകാശീതിർജായന്തേയാഃ പിതുരാദേശകാരിണോ മഹാശാലീനോ മഹാശ്രോത്രിയോ യജ്ഞശീല കർമ്മവിശുദ്ധാഃ ബ്രാഹ്മണാഃ ബഭൂവു. യവീയംസ അനുജന്മാർ, താഴെയുള്ളവർ യവീയന്മാർ. യവീയംസ ഏകാശീതി, ഏകാശീതി 81. ഇപ്പൊ 19 പേരുടെ പേര് പറഞ്ഞില്ലല്ലോ, ഇനി എത്രയാണ്? 81. ഏക അശീതി. ജായന്തേയാഹ, ജയന്തിയുടെ പുത്രന്മാർ, അവരെയാണ് ജായന്തേയന്മാർ എന്ന് വിളിച്ചത്. ഋഷഭദേവന്റെ പുത്രനാണ്, ജയന്തിയിലുണ്ടായ പുത്രനായതുകൊണ്ട് ജായന്തേയാഹ എന്നൊരു വാക്ക് ഉപയോഗിച്ചാണ്. ഏകാശീതി ജായന്തേയാഹ പിതുരാദേശകാരിണ, പിതാവിന്റെ നിർദ്ദേശം അതുപോലെ അനുസരിക്കുന്നവരാണ് ഈ 81 പേരും, അനുഷ്ഠിക്കുന്നവരാണ്. അതേപോലെ മഹാശാലീന, മഹത്തായ ഗുണശാലികളാണ്. ശാലീനാഹ ഗുണശാലീനാഹ, മഹത്തായ ഗുണങ്ങളുള്ളവരാണ്. മഹാശ്രോത്രിയാഹ, വേദജ്ഞന്മാരാണ്, വേദം അധ്യയനം ചെയ്യുന്നവരാണ്. യജ്ഞശീലാഹ, യജ്ഞം ചെയ്യുന്നത് ശീലമാക്കിയവരാണ്. കർമ്മവിശുദ്ധാഹ, യജ്ഞാദികളായ വിധിപ്രകാരം അനുഷ്ഠിച്ച കർമ്മം കൊണ്ട് അന്ധഃകരണം പരിശുദ്ധരായി തീർന്നതുമായ അവർ ബ്രാഹ്മണാഹ ബഭൂ, അവർ ബ്രാഹ്മണരായി ഭവിച്ചു എന്നത്. ബ്രാഹ്മണരായി തീരുകയാണ്. കാരണം ഈ കർമ്മം കൊണ്ട്, ഇത്രയും സദ്ഗുണം കൊണ്ട് ഇവർ ഇത്രയും പേരെന്തായി? ബ്രാഹ്മണരായി തീർന്നു. ഇവർ അത്ഭുതമല്ല, ആർക്കും ബ്രാഹ്മണരായിട്ട് തീരാവുന്നതാണ്. തീരരുത് എന്നൊരു വ്യവസ്ഥയേ ഇല്ല. ഇടക്കാലത്ത് നമ്മളെ എങ്ങനെയോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയതാണത്. അതുകൊണ്ടാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഇവര് എന്തൊക്കെ കൊണ്ടാണ് ഇവര്? ഒന്ന്, പിതാവിന്റെ നിർദ്ദേശം അനുസരിച്ചു, സദ്ഗുണശാലികളായി, വേദം പഠിച്ചവരും അത് പ്രയോഗിക്കുന്നവരുമായി, യജ്ഞം ചെയ്യുന്നവരായി, അതുകൊണ്ട് കർമ്മവിശുദ്ധരായി, ഇത്രയും യോഗ്യത നേടിയപ്പോൾ അവർ ബ്രാഹ്മണാഹ ബഭൂ ആയിത്തീർന്നു. യവീയംസ ഏകാശീർ ജായന്തേയാഹ പിതുരാദേശകാരിണോ മഹാശാലീനോ മഹാശ്രോത്രിയ യജ്ഞശീല കർമ്മവിശുദ്ധ ബ്രാഹ്മണാ ബഭൂ. യവീയംസ ഏകാശീർ ജായന്തേയാഹ പിതുരാദേശകാരിണോ മഹാശാലീനോ മഹാശ്രോത്രിയ യജ്ഞശീല കർമ്മവിശുദ്ധ ബ്രാഹ്മണാ ബഭൂ. ഇതൊന്നും വലിയ വിഷമമില്ലാത്ത വായിക്കാൻ. അതുകൊണ്ടാണ് ചില വാക്ക് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഞാൻ കൂട്ടി അതവിടെ പിരിച്ച് പറയുമ്പോൾ എളുപ്പമായി. അല്ലാതെ വരുന്ന മാത്രം നമുക്ക് 2-3 വർഷം വായിച്ച് ഉറപ്പിച്ചെടുക്കും. ഭഗവാൻ ഋഷഭപ്രജ്ഞ ആത്മതന്ത്രഫയം നിത്യനിവൃത്താനർത്ഥ പരമ്പര കേവലാനന്ദ അനുഭവ ഈശ്വരേവ വിപരീതവത് കർമ്മണ്യ ആരഭമാണ് കാലേന അനുഗതം ധർമ്മം അധർമ്മം ആചരണേ നോപശിക്ഷയൻ അതദ്വിതാം സമ ഉപശാന്തോ മൈത്രകാരുണികോ ധർമാർത്ഥയശപ്പദ ആനന്ദ അമൃത അവരോധേന ഗൃഹേഷു ലോകം നിയമയത്. ഭഗവാൻ ഋഷഭഭജ്ഞ, ഋഷഭൻ എന്നു പേരുള്ളവനായ ഭഗവാൻ. കാരണം നേരിട്ട് ഭഗവാൻ തന്നെ അവതരിച്ചാണല്ലോ. അതുകൊണ്ട് ഋഷഭൻ എന്നു പേരുള്ള ഈ ഭഗവാൻ ആത്മതന്ത്രനാണ്. എന്നുവെച്ചാൽ സ്വതന്ത്രൻ, തൻ്റെ ഇച്ഛയനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നവൻ. ഈ കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഇരിക്കുമെങ്കിലും അവരുടെ സ്വാധീനം തന്നെ ബാധിക്കത്തില്ല. താൻ അവരിലൊക്കെ സ്വതന്ത്രനാണ്. ഇവിടെയാണ് സ്വതന്ത്രത. ആരിലൊക്കെ ചേർന്നിരുന്നാലും അവരുടെ ഒരു ഗുണവും തന്നെ ബാധിക്കില്ല. എത്ര ദുഷ്ടാത്മാക്കളുടെയും ഉള്ളിൽ അദ്ദേഹം ഉണ്ടാവും, പക്ഷെ അവരുടെ ദുഷ്ടത ഇദ്ദേഹത്തെ ബാധിക്കില്ല. കാരണം എന്താണ്? താൻ സ്വതന്ത്രനാണ്.
അങ്ങനെ ആത്മതന്ത്ര സ്വയം നിത്യ നിവൃത്ത അനർത്ഥ പരമ്പര, തന്നെത്താൻ നിത്യവും നിവർത്തിച്ചു വരുന്ന അനർത്ഥ പരമ്പരയോട് കൂടിയവനായ ഈശ്വരനാണ്. അനർത്ഥ പരമ്പരകൾ മനുഷ്യനായിട്ട് ജനിച്ചാൽ ഉണ്ടാവും, ഉറപ്പാണ്. ഈശ്വരനായിക്കോട്ടെ, പക്ഷെ മനുഷ്യനാണെങ്കിൽ മനുഷ്യസഹജമായ എല്ലാവിധ അനർത്ഥ പരമ്പരകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടായാൽ അതിനെയൊക്കെ തന്നെത്താൻ നിവർത്തിക്കേണ്ട കഴിവുണ്ട്. നമുക്കതാ നഷ്ടപ്പെട്ടു പോയത്. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര തത്വം കൊണ്ട് നിവർത്തിക്കാൻ പറ്റും, പക്ഷെ അതറിയാറില്ല, അതുകൊണ്ട് അത് വിനിയോഗിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ജീവിതം മുഴുവൻ പല ദിക്കിലും അലഞ്ഞ് ഓടി നടന്ന് കഷ്ടപ്പെട്ട് അമ്പലങ്ങളിൽ പോയി ആൾക്കാരെ കണ്ട് ചോദിച്ച് പറഞ്ഞ് എൻ്റെ ഗ്രഹപ്പഴ പ്രശ്നം ദുഃഖം ഇതൊക്കെ തീർക്കണം എന്ന്. പക്ഷെ ഇതൊക്കെ തീർക്കാൻ ആർക്ക് പറ്റി? ഇദ്ദേഹത്തിന് പറ്റിയിരുന്നത്. അതാണ് സ്വതന്ത്രനാണ്. സ്വയം തന്നെത്താൻ എന്ത് ചെയ്തു? ഈ അനർത്ഥ പരമ്പരകളെ നിവൃത്തനാക്കി, പിന്തിരിഞ്ഞു. ഈ അനർത്ഥ പരമ്പരകൾ നിശ്ചയമുണ്ട്, എന്നുമുണ്ട്. അതരഫം പലപ്പോഴും ഒരിക്കലെന്നല്ല, എന്നും നിത്യ നിവൃത്ത അനർത്ഥ പരമ്പര കേവല ആനന്ദാനുഭവ, കേവലമായ ആനന്ദം മാത്രം അനുഭവിക്കുന്നവനായ ഈശ്വര ഏവ. ഈശ്വരൻ തന്നെ ആയിരുന്നുകൊണ്ട് തനിക്ക് സ്വതന്ത്രനാകാൻ പറ്റി. ഈശ്വരത്വം സമ്പൂർണമായിട്ടും തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിപ്പുണ്ട് എന്ന് അദ്ദേഹം ബോധ്യപ്പെട്ടതുകൊണ്ട്. അങ്ങനെയാണെങ്കിലും ഈശ്വരേവ വിപരീതവത് കർമാണി ആരഭമാനഃ, അപ്രകാരമല്ലാത്തവരെ പോലെ, വിപരീതനെ പോലെ, വിപരീതവത് കർമാണി ആരഭമാണ്, കർമ്മങ്ങളെ ആരംഭിക്കുന്നവനായിട്ട്, ഇപ്രകാരമല്ലാത്ത കർമ്മങ്ങളെ ആരംഭിക്കുന്നവനായിട്ട്, ഇതിൻ്റെ വൈപരീത്യമായി കർമ്മങ്ങൾ ചെയ്യുന്നവനായിട്ട്, കാലേന അനുഗതം ധർമ്മം, കാലം കൊണ്ട് അനുഗതമായ ധർമ്മത്തെ, അനുഗതം ഈ വിപരീതമായ കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ധർമ്മത്തെ, അനുഗതം ധർമ്മം, ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ധർമ്മത്തെ, ആചരണേ അനുഷ്ഠാനത്തിൽ അതദ്വിതാം അറിവില്ലാത്തവരെ പോലെ, ആചരണേ ന ഉപശിക്ഷയൻ, അതിൻ്റെ ആചരണത്തിൽ ഉപശിക്ഷയൻ പഠിക്കാത്തവനെ പോലെ, അതദ്വിതാം, തദ്വിത്ത് അതറിയുന്നവൻ, അതദ്വിത്ത് അതറിയാത്തവൻ, അതദ്വിതാം അത് അറിയാത്തവരുടെ, ആചരണത്തിൽ അനുഷ്ഠാനത്തിൽ അറിവില്ലാത്തവരെ പോലെ ഉപശിക്ഷയൻ പഠിപ്പിക്കുന്നവനായിട്ട്. ഉപശിക്ഷയൻ ഫമ ഉപശാന്തോ മൈത്ര, ഫമമായിട്ട് നിർവികാരനായിട്ട് എല്ലാറ്റിനെയും ഒരേപോലെ കാണുന്നവനായിട്ട്, ഉപശാന്തനായിട്ട് ശാന്ത സ്വഭാവത്തോടു കൂടിയവനായിട്ട്, മൈത്ര മിത്രഭാവത്തെ സ്വീകരിച്ചവനായിട്ട്, കാരുണികനായിട്ട്, ധർമാർത്ഥ യശ പ്രജ ആനന്ദ അമൃത അവരോധേന, ധർമ്മം അർത്ഥം യശഫ്, പ്രജാനന്ദം അല്ലെങ്കിൽ സൃഷ്ടി, അമൃതം എന്നിവയെ അനുസരിച്ചുകൊണ്ട് ഗൃഹേഷു ഗൃഹങ്ങളിൽ ലോകത്തെ നിയമിപ്പിച്ചു. ഋഷഭൻ താൻ ജ്ഞാനമൂർത്തിയാണ്, താൻ ഈശ്വരനാണ്, സ്വതന്ത്രനാണ്, അന്നന്ന് വന്നു ചേരുന്ന അനർത്ഥ പരമ്പരകളെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ഉള്ളവനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. എങ്കിലും അങ്ങനെ അല്ലാത്തവനെ പോലെ ആചരിച്ചു. കാരണം മനുഷ്യനല്ലേ, മനുഷ്യാവതാരമാണ് ഋഷഭാവതാരം. അപ്പൊ അങ്ങനെ അല്ലാത്തവനെ പോലെ എന്ത് ചെയ്തു? സുഖദുഃഖങ്ങൾ, സന്താപ സന്തോഷങ്ങൾ അനുഭവിച്ച് തന്നെ ജീവിച്ചു. സുഖം വരുമ്പോൾ സന്തോഷിക്കുക, ദുഃഖം വരുമ്പോൾ വിഷമിക്കുക.
ഇന്ന് കരയുക. ഇതൊക്കെ ആര് ചെയ്തു? ഇദ്ദേഹം തന്നെ ചെയ്തു, ഋഷഭൻ തന്നെ ചെയ്തു. കാരണം തന്റെ മനുഷ്യഭാവനയിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവും. മനുഷ്യരൊക്കെ ഇങ്ങനെ തന്നെയാണ്. ദുഃഖം വരുമ്പോൾ കരയും, സുഖം വരുമ്പോൾ ശരിക്കും സന്തോഷം. അപ്പൊ താൻ ഈശ്വരാവതാരമാണെങ്കിൽ പോലും താൻ എന്ത് ചെയ്തു? മറ്റുള്ള മുമ്പിൽ മനുഷ്യഭാവന കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സുഖദുഃഖാദികളായിരിക്കുന്ന എല്ലാ സന്തോഷ സന്താപങ്ങളും ഇല്ലാത്തവരും, ഇന്ദ്രിയ ഭോഗങ്ങളിൽ നിന്ന് വിരക്തരായവരും, ലോകത്തെ നിത്യവും അനുഷ്ഠിച്ച് ആചരിച്ച് കാണിക്കുന്നവരും, ദുഃഖിതന്മാരുടെ ദുഃഖം കണ്ട് അതിനെ നിരാകരിക്കുന്നവനായും, കാലം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഗൃഹസ്ഥധർമ്മങ്ങളെ അറിയാതിരിക്കുന്നവരെ തൻ്റെ അനുഷ്ഠാനത്തിൽ കയറ്റി പഠിപ്പിക്കുന്നവനായിട്ട്, ധർമ്മം, അർത്ഥം, കീർത്തി, സന്താനസുഖം, മോക്ഷം ഇവയെല്ലാം അനുസരിച്ചുകൊണ്ട് ഗൃഹധർമ്മങ്ങളിൽ ലോകം ഈ വിധമാകണം എന്ന് നിയമിപ്പിച്ചു. രാജ്യം ഭരിച്ചത് മാത്രമല്ല, ഒരു ഗൃഹം ഭരിച്ചു, 100 പുത്രന്മാരെ സൃഷ്ടിച്ച് കാണിച്ചു കൊടുത്തു. കാരണം പ്രജകളെ കൊണ്ട് എന്ത് ചെയ്യണം? സത്സന്താനങ്ങളെ കൊണ്ട് ലോകം നിറയണം. പ്രജകളില്ലാത്ത അവസ്ഥ ലോകത്തുണ്ടാവരുത്. ധാരാളം സന്താനങ്ങളെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് വേണം ഇനിയും ഈ പരമ്പരകൾ നിലനിൽക്കാൻ. അത് അറ്റുപോയാൽ, നിന്നുപോയാൽ ഇവിടെ കർമ്മം ചെയ്യാൻ ശേഷിയുള്ള ആൾക്കാർ ഇല്ലാണ്ടാക്കും. അതുണ്ടാവരുത് എന്ന് ഭഗവാൻ തന്നെ പുത്രനായി അവതരിച്ച് കാണിച്ചു കൊടുത്തു. ഇവിടെ ഗൃഹസ്ഥധർമ്മങ്ങൾ ഇത്രയൊക്കെ പുത്രന്മാരുണ്ടായാലും എങ്ങനെയൊക്കെ അനുഷ്ഠിക്കണം എന്ന് കാണിച്ചു കൊടുത്തു. ലോകഹിതത്തെ എന്നും ആചരിക്കുന്നവനാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കാരുണ്യം കാണിക്കുന്നവനാണ്. അതേപോലെ കാലം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാവുന്ന ഗൃഹസ്ഥധർമ്മങ്ങൾ അറിയാത്തവരെ അനുഷ്ഠിപ്പിച്ച് കാണിച്ചു കൊടുത്തു. ഇതുപോലെയാണ് ഗൃഹസ്ഥധർമ്മം വേണ്ടത് എന്ന്. അതിൽ ധർമ്മം വേണം, അർത്ഥം വേണം. ഗാർഹസ്ഥ്യത്തിൽ കാമവും വേണം. മോക്ഷം ഏറ്റവും ഒടുവിലാണ്. ധർമാർത്ഥങ്ങൾ കൊണ്ട് കീർത്തി ഉണ്ടാക്കാം, സന്താന സുഖം കൊണ്ട് കാമത്തെ നോക്കാം, ഒടുവിൽ മോക്ഷം. ഇതനുസരിച്ച് ഓരോ ഗൃഹങ്ങളിലും ഗൃഹസ്ഥധർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് ലോകം ഈ വിധമായിരിക്കണം എന്ന് തങ്ങളുടെ പ്രജകളെയും പുത്രന്മാരെയും പഠിപ്പിച്ചു കൊടുത്തു ഈ മഹാനുഭാവനായ യോഗീശ്വരൻ. ഈ ഒറ്റ ഇതിൽ അദ്ദേഹത്തിന്റെ രാജ്യഭരണത്തെ മുഴുവനും ഒറ്റ വാക്കിൽ ഒതുക്കി തീർക്കുകയാണ്. എന്തിനു വിസ്തരിച്ച് പറയുന്നു? ഇതുകൊണ്ട് എല്ലാം കിട്ടിയില്ലേ? തൻ്റെ രാജ്യത്ത് ഇതിന് വിപരീതമായി ആയി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അതാത് അവരവരുടെ കർമ്മങ്ങളിലേക്ക് പ്രവർത്തിപ്പിച്ചുകൊണ്ട് കാലം കൊണ്ട് നഷ്ടപ്പെടുന്ന ധർമ്മത്തെ ആചരിപ്പിക്കാൻ അവരെ നന്നായി പഠിപ്പിച്ചുകൊണ്ട്, ഇതൊന്നും അറിയാത്തവർക്ക്, ഗൃഹസ്ഥധർമ്മം അറിയാത്തവർക്ക് നല്ല ശാന്തി ഉണ്ടാക്കാൻ, മൈത്രി ഉണ്ടാക്കാൻ, കരുണയുണ്ടാക്കാൻ ആവശ്യമായ ധർമാർത്ഥ യശ പ്രജാനന്ദ അമൃത അവരോധം കൊണ്ട് ഈ ഓരോ വീടുകളിലും ലോകത്തിന്റെ നന്മയെ നിയമിപ്പിച്ചു കൊടുത്തു ഋഷഭദേവൻ. ഇതാണല്ലോ ചെയ്യാനുള്ളത്. അപ്പൊ ഗൃഹസ്ഥധർമ്മം എങ്ങനെയൊക്കെ അനുഷ്ഠിക്കണം എന്ന് കാണിച്ചു കൊടുത്തു. ഗാർഹസ്ഥ്യം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. സന്താനങ്ങൾ ഉണ്ടാവണം, സത്സന്താനങ്ങളായിരിക്കണം. അവരെ കൊണ്ട് രാജ്യഭരണം നിർവഹിപ്പിക്കണം, ഗൃഹഭരണം നിർവഹിപ്പിക്കണം. അവരും എന്ത് ചെയ്യണം? വിവാഹിതരാകണം. അവർക്കും ധാരാളം സന്താന സമൃദ്ധികൾ ഉണ്ടാകണം. അവർക്ക് ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതനുഷ്ഠിക്കണമെന്ന് പറയണം. ലക്ഷ്യം മോക്ഷമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ബാക്കിയൊക്കെ വേണം. അർത്ഥം വേണം, കാമം വേണം, ഇതൊക്കെ ധർമാനുസരണം വേണം, കീർത്തി വേണം, സന്താനങ്ങൾ ഉണ്ടാവണം. പക്ഷെ എന്ത് ചെയ്യണം? ഇതൊക്കെ മോക്ഷത്തിലേക്കുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ന് അവരെ കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ കുടുംബത്തിൽ തന്നെ ജീവിച്ചു. ഭരതനെ രാജ്യഭാരം ഏൽപ്പിച്ചെങ്കിലും അവരെ ഉപദേശിച്ചുകൊണ്ട്, അവരെ ഉപദേശിക്കുന്ന ആരെയാണ്? ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉപദേശിച്ചുകൊണ്ട് അവിടെ തന്നെ അദ്ദേഹം കഴിഞ്ഞുകൂടി. ഭഗവാൻ ഋഷഭപത്ന്യാത്മതന്ത്ര സ്വയം നിത്യനിവൃത്താനർത്ഥ പരമ്പര
കേവലാനന്ദാനുഭവ ഈശ്വരേവ വിപരീതവത് കർമാണ്യാരഭമാണ് കാലേന അനുഗതം ധർമാചരണേ നോപശിക്ഷയൻ അതദ്വിതാം ഫമ ഉപശാന്തോ മൈത്രകാരുണികോ ധർമാർത്ഥേശ പ്രജാനന്ദ അമൃതാവരോധേന ഗൃഹേഷു ലോകം നിയമയത്. ഭഗവാൻ ഋഷഭജ്ഞ ആത്മതന്ത്ര സ്വയം നിത്യനിവൃത്ത അനർത്ഥ പരമ്പര കേവലാനന്ദാനുഭവ ഈശ്വരേവ വിപരീതവത് കർമ്മണ്യാരഭമാണ് കാലേനാനുഗതം ധർമ്മം ആചരണേ നോപശിക്ഷയൻ അതദ്വിതാം സമ ഉപശാന്തോ മൈത്രകാരുണികോ ധർമാർത്ഥേശ പ്രജാനന്ദാമൃതാവരോധേന ഗൃഹേഷു ലോകം നിയമേത്. യദ്യശീർഷന്യാചരിതം തത്തനുവർത്തതേ ലോകഃ. എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചത്? യദ്യത് ശീർഷണി ആചരിതം, യാതൊന്നാണോ ശീർഷന്മാർ ശ്രേഷ്ഠന്മാരാൽ ആചരിക്കപ്പെടുന്നത് തത്തത് അനുവർത്തതി ലോകഃ. ലോകത്തിലെ ജനങ്ങൾ അതിനെ അനുകരിക്കും. അത് ലോക സ്വഭാവമാണ്. സജ്ജനങ്ങൾ എന്ത് കാണിക്കുന്നു അതിനെ അനുസരിച്ചു. ഇത് നമ്മൾ പല പ്രകാരത്തിൽ വേറെ വാക്കിൽ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. യദ്യത് ആചരതേ ശ്രേഷ്ഠ തത്തദേവ ഇതരേ ജനഃ എന്ന്. അതിന് മറ്റൊരു ഭാഷയിൽ ഭാഗവതം പറഞ്ഞാണ് യദ്യത് ശീർഷണി ആചരിതം, യദ്യത് ശീർഷണ്യാചരിതം തത്തത് അനുവർത്തതേ ലോകഃ. ശ്രേഷ്ഠന്മാർ കാണിക്കുന്നതിനെ ലോകത്തിലുള്ള ജനങ്ങൾ അനുകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് ലോക സമ്പ്രദായമാണ്. അതുകൊണ്ടാണ് താൻ ഇത്രയൊക്കെ ഗൃഹസ്ഥധർമ്മം ആചരിച്ച് കാണിച്ചത്. ഇത് കണ്ട് മറ്റുള്ള സജ്ജനങ്ങൾ പഠിക്കട്ടെ. യദ്യത് ശീർഷണ്യാചരിതം തത്തനുവർത്തതേ ലോകാം യദ്യപി സ്വവിദിതം സകലധർമ്മം ബ്രാഹ്മം ഗുഹ്യം ബ്രാഹ്മണേ ദർശിതമാർഗേണ ഭാമാദിഭിരുപായൈഃ ജനതാം അനുശശാസാം. യദ്യപി ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്വവിദിതം തന്നെത്താൻ അറിയപ്പെട്ട, സ്വവിദിതം യദ്യപി തന്നെത്താൻ അറിയപ്പെട്ടിരിക്കുന്നവനാണെങ്കിലും സകലധർമ്മം എല്ലാ ധർമ്മങ്ങളോടും കൂടിയ ബ്രാഹ്മം ഗുഹ്യം, ബ്രാഹ്മം വേദമാണ്, ഗുഹ്യം രഹസ്യമായിരിക്കുന്ന ഈ വേദവിദ്യയെ തനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും സ്വവിദിതം യദ്യപി സകലധർമ്മം ബ്രാഹ്മം ഗുഹ്യം ബ്രാഹ്മണൈഹി ദർശിതമാർഗേണ ബ്രാഹ്മണരാൽ കാണിക്കപ്പെട്ട വഴിയിൽ കൂടി ഭാമാദിഭിഹി ഉപായൈഹി ജനതാം അനുശശാസ. ഭാമാദികളായ ഉപായങ്ങളെ കൊണ്ട് ജനതാം ജനസമൂഹത്തെ അനുശശാസ ശാസിച്ചു, അവരെ ഭരിച്ചു, ഉപയോഗിച്ചു എന്നാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേദങ്ങളൊക്കെ തനിക്കറിയാമെങ്കിൽ പോലും ബ്രാഹ്മണർ കാണിച്ചു കൊടുക്കുന്ന വഴിയിൽ കൂടി താൻ സഞ്ചരിച്ചു പോയി. ഈ ബ്രാഹ്മണാദികൾക്ക് പോലും വേദം ഉപദേശിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ യോഗ്യതയുള്ളവനാണ് ഭഗവാൻ ഋഷഭൻ. പക്ഷേ താൻ ബ്രാഹ്മണർ കാണിച്ചു തരുന്ന വഴിയിൽ കൂടി ഭാമാദികളായ ഉപായങ്ങളെ കൊണ്ട് ജനങ്ങളെ മുഴുവനും ഒരു വഴിയിലേക്ക്, നല്ല വഴിയിലേക്ക് തിരിച്ചുവിട്ടു എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഒരു യോഗ്യതയാണ്. അപ്പം ജനങ്ങൾക്ക് അനുസരിച്ചല്ല ഭരണം, എങ്ങനെ ജനങ്ങൾ നന്നാകണമെന്ന് രാജാവ് നിശ്ചയിക്കുന്നതനുസരിച്ച് ജനങ്ങളായി വരിക. ഇപ്പം നമ്മൾ തിരിച്ചാ വിചാരിച്ചത്, ജനങ്ങളുടെ ഹിതം എന്തോ അതിനനുസരിച്ച് ഭരണക്കാർ പോവുക. ജനങ്ങൾക്ക് ഹിതമില്ല, അതാരുണ്ടാക്കി കൊടുക്കണം? ഭരണാധികാരികളായ ജ്ഞാനികൾ ജനങ്ങൾക്ക് നല്ല ഹിതത്തെ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ഹിതത്തെ സംരക്ഷിച്ച് രാജ്യം പരിപാലിക്കും. അവിടെയാണ് രാജ്യഭരണത്തിന്റെ സുസ്ഥിരത. യദ്യപി സ്വവിദിതം സകലധർമ്മം ബ്രാഹ്മം ഗുഹ്യം ബ്രാഹ്മണേ ദർശിതമാർഗേണ ഭാമാദിഭിരുപായൈ ജനതാമനുശശാസാം. യദ്യപി സ്വവിദിതം സകലധർമ്മം ബ്രാഹ്മം ഗുഹ്യം ബ്രാഹ്മണേ ദർശിതമാർഗേണ ഭാമാദിഭിരുപായൈ ജനതാം അനുശശാസാം. ദ്രവ്യ ദേശകാലവയസ്രദ്ധൃഗ്വി വിവിധോദ്ദേശോപചിതൈ സർവൈരപി ക്രതുഭിര്യഥോപദേശം
ശതകൃത്വ യാജാം. ദ്രവ്യ ദേശ കാല വയഃ ശ്രദ്ധ ഋത്വിക് വിവിധ ഉദ്ദേശ ഉപചിതൈ. ദ്രവ്യം വെച്ചാൽ നമുക്കറിയാം പദാർത്ഥങ്ങൾ, വസ്തുക്കൾ. ദേശം എന്ന് വെച്ചാൽ ഇവിടെ പുണ്യദേശം എന്നർത്ഥം. കാലം എന്നുള്ളത് നല്ല കാലം, ഋതുക്കളിൽ വെച്ച് വസന്താദികളായിരിക്കുന്ന നല്ല കാലങ്ങൾ. ശ്രദ്ധ വിശ്വാസമാണ്. ദ്രവ്യം, ദേശം, കാലം, വയസ്സ്, യൗവനം. ശ്രദ്ധ വിശ്വാസം. ഋത്വിക് ആചാര്യൻ. ഋത്വിക് വിവിധ ഉദ്ദേശ, നാനാദേവതകളെ ഉദ്ദേശിച്ച്. വിവിധ ഉദ്ദേശ. ഉപചിതൈഹി, എല്ലാ അഭിവൃദ്ധിയോടുകൂടിയ. ഉപചിതം വർദ്ധിച്ചു വരിക, അഭിവൃദ്ധിപ്പെടുക. സർവൈരപി എല്ലാവരാലും. ക്രതുഭിഹി യജ്ഞങ്ങൾ കൊണ്ട്. യഥോപദേശം ഉപദേശമനുസരിച്ച്. ശതകൃത്വ 100 പ്രാവശ്യം ചെയ്തിട്ട്. യാജ യജിച്ചു യജ്ഞം ചെയ്തു. 100 പ്രാവശ്യം യജ്ഞം ചെയ്തു. ശതകൃത്വ യാജ. യാജ യജിച്ചു എന്നാണ്. ശതകൃത്വ യാജ 100 യജ്ഞങ്ങൾ ചെയ്തു ഇദ്ദേഹം. ഈ യജ്ഞം ചെയ്യുന്നത് യജ്ഞത്തിന് വേണ്ട ഏതേത് കാലങ്ങളിൽ ഏതേത് പദാർത്ഥം ലഭിക്കുമോ അതുകൊണ്ടാണ് യജ്ഞം ചെയ്യുന്നത്. ഓരോ ഋതുക്കളിലും ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് യജ്ഞം ചെയ്യുന്നത്. അപ്പോഴേ അത് പ്രകൃതിഗതമായ യജ്ഞമാവുകയുള്ളൂ. ഇപ്പം വസന്ത ഋതുവിൽ, ശരത് ഋതുവിൽ, ഓരോ ഋതുവിലും ഇവിടെ ഉണ്ടായി വളർന്നു വരുന്ന പൂക്കൾ, ചെടികൾ, കായ്കൾ, ഫലങ്ങൾ എന്നിങ്ങനെ എല്ലാത്തിനും നമുക്ക് വ്യവസ്ഥയില്ല. അപ്പോൾ മാത്രമേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഉണ്ടാകുന്ന സമയത്ത് അതുകൊണ്ട് യജ്ഞം ചെയ്യും. അടുത്ത ഋതുവിൽ ഉണ്ടാകുന്ന വസ്തുക്കൾ തേടിപ്പിടിച്ച് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് യജ്ഞം ചെയ്യില്ല. ഇന്ന് നമ്മുടെ ദേവതാരാധനകളും അതിനാണല്ലോ യജ്ഞം. നിത്യജീവിതചര്യകളും ഭക്ഷണവും വേഷവും എല്ലാം അതാത് ഋതുക്കൾക്ക് യോജിച്ചത് അല്ല. കാരണം ഇതൊക്കെ നമുക്ക് നെയ്യും വെളിയിൽ നിന്ന് വരികയാണ്. 12 മാസവും ഒരേപോലത്തെ വസ്ത്രമാണ് നമ്മൾ ധരിക്കുക. അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. വേനൽക്കാലത്ത് കട്ടി കുറഞ്ഞ വസ്ത്രമാണ് നമ്മൾ ധരിച്ചുകൊണ്ടിരുന്നത്. വർഷകാലത്ത് കുറച്ചുകൂടി കട്ടിയുള്ളത്, മഞ്ഞുകാലത്ത് കമ്പിളി തന്നെ. ഇങ്ങനെ അതാത് കാലത്ത് ധരിക്കേണ്ട വസ്ത്രം, പുതയ്ക്കുന്ന പുതപ്പ്, ഇതിനൊക്കെ വ്യവസ്ഥയുണ്ടായിരുന്നു. വേനൽക്കാലത്ത് പുതയ്ക്കയില്ല. അപ്പൊ ഓരോ സമയത്തും അതാത് ഋതുക്കൾക്ക് അനുസരിച്ച് ജീവിതചര്യ, വസ്ത്രധാരണം, ഭക്ഷണം, അതാത് ഋതുവിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ കൊണ്ട് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുള്ളൂ. ഋതു മാറി വരുന്ന ഭക്ഷണം ഉണ്ടാക്കില്ല. മാങ്ങ ഉണ്ടാകുന്ന കാലത്തെ മാങ്ങ കഴിക്കുള്ളൂ. ചക്ക ഉണ്ടാകുന്ന കാലത്തെ ചക്ക കഴിക്കുള്ളൂ. മുരിങ്ങയ്ക്ക ഉണ്ടാകുന്ന കാലത്തെ മുരിങ്ങയ്ക്ക കൂട്ടുള്ളൂ. അത് അതാത് ഋതുവിന് ചേർന്ന വിഭവങ്ങളാണ് ഭക്ഷണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് 12 മാസവും ഇതൊക്കെ കിട്ടും ഒരുപോലെ. ഋതു തെറ്റി വരുന്ന ഭക്ഷണമാണ്. അതകത്ത് ചെന്നാൽ വിഷോപമം, വിഷമായി തീരും എന്നർത്ഥം. അപ്പൊ ആന്റിബയോട്ടിക് കഴിക്കണം. അല്ലെ ഈ വിഷം മാറാൻ പിന്നെ എന്താ ചെയ്യുക? അതുപോലെ വിഷമുള്ള മരുന്ന് അതുകൊണ്ട് കഴിക്കണം. എന്താണ് ആന്റിബയോട്ടിക്? ഭക്ഷണം കഴിച്ചാൽ ഇപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യണം? ഒരു ആന്റിബയോട്ടിക് കഴിച്ചെങ്കിൽ മാത്രമേ വയറ് സുഖമാവൂ. കാരണം എന്താണ്? കഴിച്ച ഭക്ഷണം വിഷമായി പരിണമിച്ചു. വിഷമായി പരിണമിക്കാൻ കാരണം 12 മാസവും കൂട്ടുന്ന അവിയൽ ഒരേ അവിയൽ തന്നെയാണ്. എന്നത് മുരിങ്ങയ്ക്കുണ്ട്, മാങ്ങയുണ്ട്, പിന്നെന്താണ് ഈ ക്യാരറ്റുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടാകുന്ന സമയത്തെ അവിയലിന് ഈ യോഗമുള്ളൂ. 6 ഋതുക്കളിൽ 6 സ്വാദുള്ള അവിയലുകളാണ്. അങ്ങനെ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ചേനയും ചേമ്പൊക്കെ ഉള്ളപ്പം, കാച്ചിനുള്ളപ്പോൾ അതിട്ട അവിയല്.
താളും ഒക്കെ ഉള്ളപ്പോൾ ചേമന്താളും ഓമയ്ക്കയും ഒക്കെ മാത്രം വെച്ച് അവിയലുണ്ടാക്കി കഴിച്ച് ശീലിച്ചവരാണ്. അതിന് വേറെ നീളത്തില്ല. ചക്കയുള്ളപ്പോൾ ചക്കയും മാങ്ങയും മുരിങ്ങക്കയും ഒക്കെ ചേർത്ത് അവിയലുണ്ടാക്കും. അപ്പൊ നമുക്ക് ഓരോ ഋതുവിലും അവിയലിന് ഓരോ ടേസ്റ്റാണ്, ഓരോ സ്വാദാണ്. ഇന്ന് 12 മാസവും ഒരേ സ്വാദ്, ഒരേ ടേസ്റ്റ്. അവിയൽ കൂട്ടി മടുക്കും. പണ്ട് അങ്ങനെ ഉണ്ടായില്ല. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ ഭക്ഷണ രീതികൾ അതാത് കാലഘട്ടത്തിന് ഋതുക്കൾക്ക് ചേർന്ന തരത്തിൽ ആയിത്തീരണം എന്ന് ഋഷിമാർ അന്നേ നമ്മെ എന്ത് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ദ്രവ്യം എന്ന് പറഞ്ഞത്. അതാത് കാലത്തിന് ചേർന്ന ദ്രവ്യം കൊണ്ടാണ് ഇദ്ദേഹം യജ്ഞം ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതും വഴിപാടും പൂവും ഒക്കെ അത് തന്നെയാണ്. ഇവിടെ അതാത് ഋതുവിലുണ്ടാകുന്ന പൂക്കളെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു ഋതുവിനും പോവില്ല. പൂവെല്ലാം എന്ത് ചെയ്യണം? വെളിയിൽ നിന്ന് വരണം. ലോറി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പൂജ മുടങ്ങും അമ്പലത്തിൽ. എന്താണ്? പൂവില്ല, വെളിയിൽ നിന്ന് പൂ വരണം. ഇവിടെ ഉണ്ടായിരുന്ന നിസാരപ്പെട്ട ഓരോ ഋതുവിലുണ്ടാകുന്ന പൂക്കൾ കൊണ്ട് മാല കെട്ടി ആ പൂ ചേർത്ത് പൂജ കഴിച്ച് ഒരു സംവിധാനം നമുക്കിവിടെ നമ്മുടെ നാട്ടിൻ പുറത്ത് അടുത്തൊരു കാലം വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറിപ്പോയി. പക്ഷെ ഇദ്ദേഹം യജ്ഞം ചെയ്യുന്നത് അതാത് കാലത്ത് കിട്ടുന്ന ദ്രവ്യങ്ങൾക്കുണ്ടാണ്. ഇനിയും യജ്ഞം ചെയ്യാൻ പുണ്യദേശത്തെ ചെയ്യുള്ളൂ. പുണ്യമായ സ്ഥലം അതിനുവേണ്ടി തിരഞ്ഞെടുക്കും. വല്ല ചന്തകളിലോ തെരുവുകളിലോ ഒന്നുമല്ല യജ്ഞം ചെയ്യുക. അതിന് ചേർന്ന പുണ്യസ്ഥലം. അതേപോലെ കാലം നോക്കിയാണ് യജ്ഞം, ഋതുഭേദം നോക്കിയിട്ടാണ്. എല്ലാ ഋതുക്കളിലും യജ്ഞം ചെയ്യാൻ പറ്റില്ല. വർഷകാലത്തിൽ ഇത് പറ്റില്ല. അതുകൊണ്ടാണ് വർഷകാലത്ത് ചാതുർമാസ്യം എന്നൊരു വ്രതം മാത്രമേ ഉള്ളൂ. വർഷകാലം 4 മാസം എന്നാണ്. 4 മാസം എല്ലാ ഋഷിമാരും എല്ലാ ഗൃഹസ്ഥരും അവരുടെ വീട്ടിലിരുന്ന് നാമം ജപിക്കുക, മന്ത്രം ജപിക്കുക, ഹോമം ചെയ്യുക, ഇത്ര മാത്രമേ ചെയ്യട്ടു. വേറൊന്നിനും പോകരുത്. പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പോലും ആവില്ല. അങ്ങനെ ഒരു ചാതുർമാസത്തിന്റെ ഒരു വ്രതചര്യ കേരളത്തിന് ഒരു അടുത്ത കാലം വരെ നിലനിൽപ്പുണ്ടായിരുന്നു. അതിപ്പം 4 പക്ഷമാക്കി മാറ്റി 2 മാസം മിക്കവാറും ആശ്രമങ്ങളൊക്കെ അനുഷ്ഠിക്കാറുണ്ട്. 2 മാസമായിട്ട് ചുരുക്കി. അതാണ് കാലം. വയസ്സ് നവ യൗവനം. യൗവനയുക്തനായിരിക്കുമ്പോഴാണ് കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധയുണ്ടാവണം. ഓരോ കർമ്മത്തിലും വിശ്വാസം ഉണ്ടാവണം. വിശ്വസ്തനായിട്ടേ എന്ത് ചെയ്യാവൂ? യജ്ഞം ചെയ്യാവൂ. ഒരു വഴിപാടിന് വേണ്ടിയിട്ടല്ല. 30 ലക്ഷം രൂപ ചിലവാക്കി ഞാനൊരു യജ്ഞം ചെയ്തു എന്നൊരു കീർത്തി കിട്ടാൻ വേണ്ടിയല്ല യജ്ഞം. ആ യജ്ഞം കൊണ്ട് ലക്ഷ്യത്തിലെത്തണം എന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ എല്ലാം വഴിപാടുകളാണ്. കീർത്തിക്ക് വേണ്ടിയും പേരിന് വേണ്ടിയും മാത്രമാണ് നമ്മളിതൊക്കെ ചെയ്യുക. അതുകൊണ്ടാണ് ശ്രദ്ധ. നല്ല ഋത്തുക്കൾ ഉണ്ടാവണം. പഠിപ്പുള്ള 4 വേദങ്ങളും അറിയാവുന്ന, യജ്ഞ സംവിധാനം അറിയാവുന്ന ഋത്തുക്കൾ ഉണ്ടായിരിക്കണം. അവര് നാനാവിധത്തിലുള്ള ദേവതമാരെ ഉദ്ദേശിച്ചിട്ട് യജ്ഞം ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ദ്രവ്യ ദേശ കാല വയ ശ്രദ്ധ ഋതു വിവിധോദ്ദേശ ഉദ്ദേശ ഉപചിതൈഹി സർവൈരവി. എല്ലാവരാലും ഇങ്ങനെ വളർന്നു വരുന്ന യജ്ഞങ്ങൾ കൊണ്ട് കൃതുഭിഹി യഥോപദേശം ഗുരുപദേശം അനുസരിച്ചിട്ട് 100 വട്ടം അദ്ദേഹം യജ്ഞം ചെയ്തു. ദ്രവ്യദേശ കാലവയ ശ്രദ്ധ ഋതു വിവിധോദ്ദേശോപചിതൈ സർവൈരവി കൃതുഭിര്യഥോപദേശം ശതകൃത്വ യാചാം. ദ്രവ്യദേശകാലവയ ശ്രദ്ധ ഋതു വിവിധോദ്ദേശ ഉപചിതൈ സർവൈരവി കൃതുഭിര്യഥോപദേശം ശതകൃത്വ യാചാം. ദ്രവ്യ ദേശ കാലവയ ശ്രദ്ധ ഋതു വിവിധോദ്ദേശ ഉപചിതൈ സർവൈരവി കൃതുഭിര്യഥോപദേശം ശതകൃത്വ യാചാം. ഭഗവദർഷഭേണ പരിരക്ഷ്യമാണ ഏതസ്മിൻ വർഷേ ന കശ്ചന പുരുഷോ വാഞ്ചതി അവിദ്യമാനം ഇവ ആത്മാനോ അന്യം അസ്മാത് കഥഞ്ജന കിമപി കർഹിചിത് അവേക്ഷതേ. ഭക്തര്യനുഭവനം വിജൃംഭിത സ്നേഹ അതിശയം അന്തരേണ. ഭഗവത ഋഷഭേണ ഭഗവതർഷഭേണ പദം പിരിക്കുമ്പം ഭഗവത എന്നാണ് തൃതീയ വരും. ഭഗവാനായ ഋഷഭനാൽ ഭഗവത ഋഷഭേണ ഭഗവതർഷഭേണ. വായിക്കുമ്പം ഭഗവതർഷഭേണ എന്നേ വായിക്കാൻ പറ്റുള്ളൂ. ഭഗവാനായ ഋഷഭനാൽ പരിരക്ഷ്യമാണ്.
രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏതസ്മിൻ വർഷേ, ഈ വർഷത്തിൽ, ഈ ഭാരതവർഷത്തിൽ, ഏതസ്മിൻ വർഷേ ന കശ്ചന പുരുഷ, ഒരു പുരുഷൻ പോലും, ഒരു പുരുഷനെങ്കിലും വാഞ്ചതി, ന വാഞ്ചതി, ആഗ്രഹിക്കില്ല, അവിദ്യമാനമിവ ആത്മാനോ, ഇല്ലാത്ത വസ്തുവിനെ എന്നതുപോലെ ന വാഞ്ചതി, ആഗ്രഹിക്കുന്നില്ല. അവിദ്യമാനം ഇവ, അവിദ്യമാനം ഇല്ലാത്തത് എന്നതുപോലെ ആത്മാനം തന്നെ തന്നെ, ആത്മനോ അന്യസ്മാത് കഥഞ്ജന, മറ്റൊരാളിൽ നിന്നും, അന്യസ്മാത് പഞ്ചമിയാണ്, മറ്റൊരാളിൽ നിന്നും, കഥഞ്ജന ഒരു വിധത്തിൽ, കിമപി ഒന്നും, കർഹിച്ചിത് ഒരിക്കലും, ന അപേക്ഷത്തെ നോക്കിയിരുന്നില്ല, ആഗ്രഹിച്ചിരുന്നില്ല, നോക്കിയിരുന്നില്ല. ഇദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാരതഖണ്ഡത്തിലെ ഒരു പുരുഷൻ പോലും ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും വിധത്തിൽ അന്യയിൽ നിന്ന് തനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഒന്നും മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന സാധനം ഹായ് എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ചിരുന്നേയില്ല. ആഗ്രഹിച്ചിരുന്നില്ല, അവരുടെ കയ്യിൽ എന്തുണ്ടെന്ന് നോക്കിയിരുന്നില്ല. ഇന്ന് നമ്മുടെ നോട്ടം മുഴുവൻ മറ്റുള്ളവരിലേക്കാണ്. എന്നിട്ട് അവരെ പോലെ ആവാനാണ് യത്നം. അങ്ങനെ ആവാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എത്ര വിചാരിച്ചാലും തെങ്ങ് മാവായിട്ട് തീരില്ല. തെങ്ങ് തെങ്ങായിട്ടേ നിൽക്കുള്ളൂ, മാവ് മാവായിട്ട് നിൽക്കുള്ളൂ. മാവ് വിചാരിക്കാൻ നാളെ മുതൽ എനിക്ക് തെങ്ങ് പോലെ ആവണം, തെങ്ങിൻ്റെ ഗുണങ്ങളൊക്കെ തനിക്ക് വരണം. എന്നുവെച്ചാൽ പറ്റില്ല. നമുക്ക് തേങ്ങയും വേണം, മാങ്ങയും വേണം, രണ്ടും വേണം. ഒന്ന് മറ്റൊന്നാവാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റൊരാളിൽ നിന്നും, അന്യസ്മാത് മറ്റൊരാളിൽ നിന്നും എന്തെങ്കിലും ഒന്ന്, കിമപി കഥഞ്ജന ഏതെങ്കിലും വിധത്തിൽ, കർഹിച്ചിത് ഒരിക്കൽ പോലും, ന അഭിവാഞ്ചതി ആഗ്രഹിച്ചില്ല, ന അപേക്ഷത്തെ നോക്കിയില്ല. മറ്റൊരാളുടെ ഒരു സ്വത്തും ഒന്നും താൻ ആഗ്രഹിച്ചിരുന്നില്ല, നോക്കിയിരുന്നില്ല. ഭർത്തരി അനുഭവനം, ഭർത്തരി എന്ന് വെച്ചാൽ രാജാവിൽ എന്നർത്ഥം. ഇവിടെ ഭർത്താവ് ഭരിക്കുന്നവനാണ് രാജാവ്. എൻ്റെ സപ്തമിയാണ് ഭർത്തരി, രാജാവിൽ. അനുഭവനം നിരന്തരമായി, എപ്പോഴും. വിജൃംഭിത സ്നേഹാതിശയം, വളർന്നു വരുന്ന സ്നേഹാതിശയം, അന്തരേണ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചില്ല. രാജാവിൽ നിന്നും ഞങ്ങൾക്ക് സ്നേഹം കിട്ടണം എന്നുള്ളതല്ലാതെ പ്രജകൾ ഒന്നും, ആരുടെയും ഒരു സമ്പത്തും ആരുടെയും ഒരു വസ്തുക്കളും ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. ഈ ആഗ്രഹമില്ലാത്തവരാണ് അവിടുത്തെ പ്രജകളൊക്കെ. ഇപ്പം ഇല്ലാത്ത വസ്തു വേണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഇപ്പം ആകാശപുഷ്പം എന്നുള്ള വാക്കുണ്ട്. അങ്ങനെ പോവില്ല. ഈ ആകാശപുഷ്പം ഉണ്ടല്ലോ, തപ്പി നടക്കുക, ഇത് കിട്ടിയിട്ടേ ഇനി ഞാൻ ഇറങ്ങുള്ളൂ. കാറും പിടിച്ച് വണ്ടിയും പിടിച്ച് വിമാനം കയറി ഇങ്ങനെ നടക്കുക, എങ്ങും കിട്ടില്ല. ഈ ഒരു മോഹം അന്ത ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇല്ലാത്ത വസ്തു അവർക്ക് വേണ്ട, അന്വേഷിച്ച് പോവാറില്ല. അതുകൊണ്ടാണ് അവിദ്യമാനം, ഇല്ലാത്ത വസ്തുവിനെ കുറിച്ച് അവർ അന്വേഷിക്കാറില്ല. ആത്മനോ അന്യസ്മാത് കഥഞ്ജന കിമപി കർഹിച്ചിത് ന അപേക്ഷത്തെ ഭർത്തരി അനുഭവനം വിജൃംഭിത സ്നേഹാതിശയം അന്തരേണ, കൂടാതെ രാജാവിൽ വർദ്ധിച്ചു വരുന്ന സ്നേഹമല്ലാതെ അന്യുള്ള വസ്തുക്കൾ വേണമെന്ന് ആഗ്രഹിക്കുകയില്ലെന്നല്ല, നോക്കുക പോലും ചെയ്യില്ല. തങ്ങളെ പരിപാലിക്കുന്ന ഭഗവാനായ ഈ രാജാവിൽ നിരന്തരമായും പ്രേമാതിശയം വർദ്ധിച്ചു വരണം എന്ന് മാത്രമേ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ, മറ്റൊന്നിലും ആഗ്രഹമുണ്ടായിരുന്നില്ല. ഭഗവത് ഋഷഭേണ പരിരക്ഷ്യമാണ് ഏതസ്മിൻ വർഷേ ന കശ്ചന പുരുഷോ വാഞ്ചത്യവിദ്യമാനമിവാത്മനോ അന്യസ്മാത് കഥഞ്ജന കിമപി കർഹിച്ചിതവേക്ഷതേ ഭർത്തര്യനുഭവനം വിജൃംഭിത സ്നേഹാതിശയം അന്തരേണ. ഭഗവത് ഋഷഭേണ പരിരക്ഷ്യമാണ് ഏതസ്മിൻ വർഷേ ന കശ്ചന പുരുഷോ വാഞ്ചത്യവിദ്യമാനമിവാത്മനോ അന്യസ്മാത് കഥഞ്ജന കിമപി കർഹിച്ചിതവേക്ഷതേ
ഭർത്തര്യനുഭവനം വിജൃംഭിത സ്നേഹാതിശയം അന്തരേണാം ഭഗവദർഷഭേണ പരിരക്ഷ്യമാണാം ഏതസ്മിൻ വർഷേ ന കശ്ചന പുരുഷോ വാഞ്ചത്യവിദ്യമാനമിവ ആത്മനോ അന്യസ്മാത് കഥഞ്ജന കിമപി കർഹിച്ചിദവ്യക്തതേ ഭർത്തര്യനുഭവനം വിജൃംഭിത സ്നേഹാതിശയമന്തരേണാം. കിട്ടിയോ? വായിക്കാൻ ഒന്ന് വായിക്കണോ? കിട്ടി. ഇപ്പൊ കഥാചിദടമാനോ ഭഗവാൻ ഋഷഭോ ബ്രഹ്മാവർത്തകതോ ബ്രഹ്മർഷി പ്രവരഭായാം പ്രജാനാം നിശാമയന്തീനാം ആത്മജാനവഹിതാത്മന പ്രശ്രയ പ്രണയഭര ഫുയന്ത്രിത യന്ത്രിതാൻ അപ്യുപശിക്ഷയന്നിവ ഹോവാചാം. അവൻ ആര്? ഋഷഭൻ. കഥാചിത് ഒരിക്കലും അടമാനഹ സഞ്ചരിച്ചുകൊണ്ട്, അടതി സഞ്ചരിക്കുക, അടമാനഹ സഞ്ചരിച്ചുകൊണ്ട് എവിടെയെത്തി? ഭഗവാൻ ഋഷഭോ ബ്രഹ്മാവർത്തകത. അങ്ങനെ തൻ്റെ രാജ്യത്ത് മുഴുവൻ സഞ്ചരിച്ച് ബ്രഹ്മാവർത്തമെന്ന ഒരു രാജ്യത്തിന്റെ പ്രധാന കേന്ദ്രത്തിൽ എത്തി. ബ്രഹ്മാവർത്തകതോ, അവിടെ എത്തിയപ്പോൾ ബ്രഹ്മർഷി പ്രവരഭായ, അവിടെ പ്രവരന്മാരായ ബ്രഹ്മർഷികളുടെ ഒരു സഭയുണ്ടായി. ഇന്നത്തെ ഒരു സത്സംഗം അത്ര. അതിൽ ഉത്കൃഷ്ടരായ പല ജ്ഞാനികളും ബ്രഹ്മർഷികളും അവിടെ കൂടിയിട്ടുണ്ട്. ബ്രഹ്മർഷി പ്രവര സഭായാം, പ്രവരന്മാരായ ബ്രഹ്മർഷികളുള്ള സഭയിൽ പ്രജാനാം നിശാമയന്തീനാം, പ്രജകളെ കേൾപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പ്രജാനാം പ്രജകൾക്ക് നിശാമയന്തി കേൾപ്പിക്കുക, നിശമന്തി കേൾക്കുക, നിശാമയന്തി കേൾപ്പിക്കുക. നിശാമയന്തീനാം ആത്മജാൻ പുത്രന്മാരോട് അവഹിതാത്മന ശ്രദ്ധാത്മാവായിട്ട്, അവഹിതം ശ്രദ്ധയോടുകൂടിയ ആത്മാവോടുകൂടിയവനായിട്ട് പ്രശ്രയ പ്രണയഭര ഫുയന്ത്രിതാൻ അപി ഉപശിക്ഷയന്നിതി ഹോവാൻ. പ്രശ്രയം എന്ന് വെച്ചാൽ വിനയം. പ്രശ്രയം വിനയം, പ്രണയം സ്നേഹം, അതിൻ്റെ ഭരം നിറവ്. പ്രശ്രയ പ്രണയഭരം, വിനയം കൊണ്ടും സ്നേഹം കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഫുയന്ത്രിതാൻ, നന്നായി നിയന്ത്രിച്ചു പോകുന്നവർ. ഇതുകൊണ്ട് തന്നെത്താൻ നിയന്ത്രിക്കാൻ പറ്റിയവരായ പുത്രന്മാരെ ഫുയന്ത്രിതാൻ അഭി ആണെങ്കിൽ പോലും ഉപശിക്ഷയൻ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിഹ ഉവാച ഇങ്ങനെ പറഞ്ഞു. നാട് മുഴുവൻ ഇദ്ദേഹം സഞ്ചരിച്ചു. എന്തിനാണ്? ഓരോ ദിക്കിനുമുള്ള പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനാണ്. അടുത്ത കാലത്ത് നമ്മുടെ മന്ത്രിമാരെല്ലാം ഇങ്ങനെ മുക്കിന് തോറും വണ്ടിയെടുത്ത് ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നുണ്ട്, ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ. ഇദ്ദേഹം കാൽനടയായിട്ട് ഓരോ മുക്കിലും നടന്ന് തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച്, അങ്ങനെയാണ് കഥാചിത് അടമാനോ, അത് കണ്ടറിയാൻ വേണ്ടി സഞ്ചരിച്ച് അങ്ങനെ പോയ ആ ഋഷഭ ഭഗവാൻ ഒരു ദിവസം ബ്രഹ്മാവർത്തമെന്ന് പ്രവേശിച്ചു. അവിടെ ബ്രഹ്മർഷികൾ ഒരു പരമോത്കൃഷ്ടമായ മഹർഷിമാരുടെ ഒരു സഭയുണ്ടായിരുന്നു. അതിലേക്ക് കയറി ചെന്നു. അവിടെ എല്ലാവരും ഉണ്ട്, ആ നാട്ടിലുള്ള എല്ലാവരും ഉണ്ട്. തൻ്റെ പുത്രന്മാരും ഉണ്ടായിട്ടുണ്ട്. തൻ്റെ മക്കൾ ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. തൻ്റെ പുത്രന്മാരുണ്ട്, ജനങ്ങളുണ്ട്, ബ്രഹ്മർഷിമാരുണ്ട്, ദേവർഷിമാരുണ്ട്, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. എല്ലാവരും അവിടെ വന്നിരുന്നു. അവിടേക്ക് ഇദ്ദേഹം കയറി ചെന്നിട്ട് അവരെല്ലാം കേൾക്കെ മക്കളെ ഉപദേശിച്ചു. മക്കളെയാണ് ഉപദേശിക്കുന്നത്. ഈ ഉപദേശം ആരെ കൂടെ കേൾപ്പിച്ചു? അവിടെ ഇരിക്കുന്നവരെ മുഴുവൻ കേൾപ്പിച്ചു. അങ്ങനെ അവരെല്ലാം കേൾക്കത്തക്ക മട്ടിൽ ഏറ്റവും അധികം വിനയമുള്ള, സ്നേഹമുള്ള, ഇന്ദ്രിയ നിഗ്രഹണ ശേഷിയുള്ള, ശ്രേഷ്ഠ ഗുണങ്ങളുള്ള പുത്രന്മാരോട് ഉപദേശിക്കുന്ന മട്ടിൽ അവിടെയുള്ള പ്രജകളെയും ബ്രഹ്മർഷിമാരെയും
ഉപദേശിച്ചുകൊണ്ട് ഒരു ദീർഘമായ പ്രഭാഷണം ആര് നടത്തി? ഋഷഭദേവൻ. ആര്? ഭഗവാൻ തന്നെയാണ്. കാരണം പ്രജകൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില സത്സംഗങ്ങൾ ആവശ്യമാണ്. കാരണം അവരുടെ മനസ്സ് ചഞ്ചലമാണ്. ദുഷ്ടന്മാരോ അസത്തുക്കളായ ജനങ്ങളോ എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ അവരുടെ പുറകെ ഓടിപ്പോയേക്കാം എന്നുള്ളൊരു ചാഞ്ചല്യ ചിത്തരാണ് പ്രജകൾ. അപ്പോൾ അവരെ ആരെങ്കിലുമൊക്കെ മറ്റു വിധത്തിൽ പ്രലോഭിപ്പിച്ച് പ്രേരിപ്പിച്ചാൽ അവര് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള വിധ്വംസകന്മാരായിട്ട് മാറിയേക്കാം. ഇതൊക്കെ ഒരു ഭരണാധികാരി അന്നേ അറിഞ്ഞ് ശ്രദ്ധിക്കണം. തങ്ങളുടെ നാട്ടിലെ ഒരാൾ പോലും ഏതിൽ പോകരുത്? ഈ ലോകവിധ്വംസം ചെയ്യുന്ന ആ കൂട്ടത്തിലേക്ക് കൂടാൻ പോകാത്തവരാവണം എന്ന് രാജാവ് ശ്രദ്ധിക്കണം. 6 മാസത്തിലൊരിക്കൽ പ്രജകളെയെല്ലാം വിളിച്ചുകൂട്ടി എന്ത് ചെയ്യണം? സമ്മേളനം നടത്തണം. അല്ലെങ്കിൽ ഇവർ മറ്റാരെങ്കിലും വാക്ക് കേട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? ആ വഴി പോകും. അങ്ങനെ പോയാണ് ഇന്ന് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു വിഭാഗം ലോകത്ത് ഉണ്ടായി വരുന്നത്. അതുണ്ടാവാതിരിക്കാൻ രാജാക്കന്മാർ, ഭരണാധികാരികൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ പ്രജകളെ ഉപദേശിച്ചിട്ടാണ് ഉപദേശം. പക്ഷേ പുത്രന്മാരോട് ഉപദേശിക്കുന്ന മട്ടിലാണ്, അല്ല പ്രജകളോട് ഉപദേശിക്കുന്ന മട്ടില്ല. അതവർക്ക് കേൾക്കാൻ പറ്റില്ല, അവർക്ക് താല്പര്യമില്ല. അപ്പൊ പുത്രന്മാരെ ഉപദേശിക്കുന്നു എന്നുള്ള മട്ടില് ഈ ശ്രേഷ്ഠന്മാർ നിറഞ്ഞ സഭയിൽ വെച്ച് അവരൊക്കെ എന്താണ് സമ്മതിക്കുന്ന നല്ല ഉപദേശങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസവും ബലവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ മഹാരാജ സഭയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സുദീർഘമായ പ്രഭാഷണമാണ്. അടുത്ത അധ്യായത്തിലെ 3/4 ഭാഗവും ഋഷഭോപദേശമാണ്. ഋഷഭന്റെ ഉപദേശം മക്കൾക്കാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. എത്ര വിദഗ്ധനായ രാജാവാണ്! ഭഗവാൻ തന്നെ രാജാവായിട്ട് അവതരിച്ച് എന്ത് ചെയ്യാൻ കാണിച്ചു കൊടുത്തതാണ്. ഇങ്ങനെയൊക്കെ വേണം എന്നർത്ഥം. അല്ലെങ്കിൽ ജനങ്ങൾ വഴിതെറ്റിപ്പോകും. അങ്ങനെ പോകാൻ പാടില്ല. ജനങ്ങളെ തങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തി സൽസ്വഭാവികളാക്കി മാറ്റേണ്ടത് ഒരു ഭരണാധിപന്റെ കടമ തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങളെ വിധ്വംസക പ്രവൃത്തികളിൽ നിന്നും എന്ത് ചെയ്യണം? പിന്തിരിപ്പിക്കുന്നത് രാജാവിന്റെ കടമയാണ്. അതിന് വേണ്ടുന്ന മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, ഉപദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രാജാവ് കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നിങ്ങനെ മനസ്സിലാക്കി തന്നെ ഋഷഭദേവൻ ആ സഭയിൽ വെച്ച് ഒരു ദീർഘമായ ധർമ്മോപദേശം ചെയ്യുന്നു. കഥാചിതടമാനോ ഭഗവാൻ ഋഷഭോ ബ്രഹ്മാവർത്തകതോ ബ്രഹ്മർഷി പ്രവരഭായം പ്രജാനാം നിശാമയന്തീനാം ആത്മജാനവഹിതാത്മന പ്രസരേ പ്രണയഭര ഫുയന്ത്രിതാനവി ഉപശിക്ഷയന്നിധി ഹോവാചാം. കഥാചിതടമാനോ ഭഗവാൻ ഋഷഭോ ബ്രഹ്മാവർത്തകതോ ബ്രഹ്മർഷി പ്രവരഭായം പ്രജാനാം നിശാമയന്തീനാം ആത്മജാൻ അവഹിതാത്മനഃ പ്രശ്രയ പ്രണയഭര ഫുയന്ത്രിതാൻ അപ്യുപശിക്ഷയന്നിധി ഹോവാചാം. കഥാചിതടമാനോ ഭഗവാൻ ഋഷഭോ ബ്രഹ്മാവർത്തകതോ ബ്രഹ്മർഷി പ്രവരഭായം പ്രജാനാം നിശാമയന്തീനാം ആത്മജാനവഹിതാത്മന പ്രശ്രയ പ്രണയഭര ഫുയന്ത്രിതാനപി ഉപശിക്ഷയൻ ഇതി ഹോവാചാം. കിട്ടിയോ? ഒന്നുകൂടെ വായിക്കണം. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. തന്നെ ഇപ്പം അധ്യായത്തിനുള്ള സമയമില്ല. ഇല്ല നമ്മളെ സമയം 5 മിനിറ്റേ ഉള്ളൂ. അപ്പൊ പിന്നെ ഒന്നുകൂടെ വായിച്ച് നിങ്ങൾക്ക് സംശയമാണെങ്കിൽ തീർത്തിട്ട് നമുക്ക് സമ്മതിക്കാം. കഥാചിതലമാനോ ഭഗവാൻ ഋഷഭോ ബ്രഹ്മാവർത്തകതോ ബ്രഹ്മർഷി പ്രവരഭായം പ്രജാനാം നിശാമയന്തീനാം ആത്മജാനവഹിതാത്മന പ്രശ്രയ പ്രണയഭര ഫുയന്ത്രിതാൻ അപ്യുപശിക്ഷയന്നിധി ഹോവാച. അവിടെയൊക്കെ ഒന്ന് പദം ഒന്ന് മുറിച്ച് വായിച്ച് പഠിച്ചിട്ട് കൂട്ടിത്തരണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും വാക്കുകൾ. ഈ ഋഷഭോപദേശമാണ് അടുത്ത അധ്യായത്തിൽ. നമുക്ക് അടുത്ത ദിവസം ഉണ്ടാകും. അത്യാവശ്യം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ അംശാവതാരമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ലോകത്തെ അതെ ഉത്തേജിപ്പിക്കണം. അതെ, അത് ആവശ്യമാണ്. ഭഗവാൻ തന്നെ അറിയാം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള മനുഷ്യ സ്വരൂപത്തിൽ അവതരിച്ച് വേണ്ടത്തിൽ ഇത് കണ്ട് വരുന്ന രാജാക്കന്മാർ പഠിക്കണം.
ഇങ്ങനെ രാജ്യഭരണത്തെ കൊണ്ടുപോകണം. ഇടയ്ക്കിടയ്ക്ക് ഇത് വഴിതിരിഞ്ഞ് പോവില്ല. സംഭവിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ലോകം മുമ്പോട്ട് പോവില്ല. ഈ ലോകം മുഴുവൻ പോകും. അവരെല്ലാം വിധ്വംസ പ്രവർത്തനങ്ങളിലേക്ക് പതുക്കെ ആൾക്കാരെ എന്ത് പറഞ്ഞ് വശീകരിച്ച് കൊണ്ടുപോകാൻ പറ്റും. അതെ. അങ്ങനെ മാറ്റാതിരിക്കേണ്ട കടമ രാജാവിനാണ്. തങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇത്ര ശതമാനം ആൾക്കാർ അത് ചേർന്ന് പോയി എന്നൊരു ദുഷ്പേര് കേട്ടാൽ രാജ്യഭരണം പോയില്ലേ, തകർന്നില്ലേ? വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ ഇതേമാതിരിയുള്ള നല്ല രാജാക്കന്മാര് വരിക. അത്രയുള്ള അവരെ കണ്ടുപിടിക്കണം. അന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. ഇന്നും അതെ. അല്ലാത്ത ഭഗന്മാർ ഇഷ്ടം പോലെ ഇടയ്ക്കിടയ്ക്ക് അവതരിക്കാറുണ്ടല്ലോ. അസുരന്മാർ ധാരാളം കയറി ഇവരെയൊക്കെ ഇല്ലായ്മ ചെയ്ത് രാജ്യഭരണം മുഴുവൻ 3 രാജ്യവും കൈക്കലാക്കി ഭരിച്ചുകൊണ്ടിരുന്ന കഥയിൻ്റെ അകത്തുണ്ടല്ലോ. ഇഷ്ടംപോലെ ഡയർനേഷൻ ഹിരണ്യകശിപു ഒക്കെ വരുന്നുണ്ട്. അപ്പോഴൊക്കെയും എന്താണ് ഭഗവാൻ അവതരിച്ച് അവരെ മാറ്റി ബാക്കിയുള്ള ജനങ്ങളെ നന്നാക്കിയെടുക്കാൻ, ഇങ്ങനെ വരാതിരിക്കാനുള്ള ഉപദേശങ്ങളാണ് ഇപ്പൊ ആദ്യം തന്നെ കൊടുത്തത്. ഇത് രാജ്യത്ത് വേണ്ടതാണ്, പക്ഷെ ഒരു ഭരണാധികാരിയും ചെയ്യാറില്ല. കാരണം അവർക്ക് തന്നെ വിശ്വാസമല്ല, പിന്നാട്ടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടല്ലോ. അതിന് ദോഷമാണ്. കുറച്ചൊക്കെ ഇപ്പൊ മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവും. അത് കാലത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റും. എത്ര കാലം ഉപയോഗിക്കുന്ന ഒരു പഠിത്തമേ ഇല്ലല്ലോ. ഇപ്പം ധൈര്യമായിട്ട് നമുക്ക് പഠിക്കാവുന്ന അവസ്ഥ വന്നല്ലോ. അവിടെ ഇതൊന്നും അറിയാതെ പോയേനെ. ഭാഗവതം പഠിക്കുമ്പോഴാണ് ഭാഗവതത്തിൽ എന്തൊക്കെയാ പറയുന്നത് അത്ര അറിയുക. വെറും ഭക്തി എന്ന് പറയുന്ന ജനങ്ങൾ കൂടി മാറ്റി വെച്ചിരിക്കുന്ന സാധനമാക്കി എത്ര മനോഹരമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. അമ്പലങ്ങളിൽ ഇങ്ങനെ സത്രമൊക്കെ നടക്കുന്ന സമയത്ത് ഈ വക കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ലല്ലോ പറയുന്നത്. ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാരും അറിയുന്നില്ല. ഇത്രയുള്ള ഭാഗവതം ഫോക്കസ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുകയായിരുന്നു, നമ്മുടെ അമ്പലങ്ങളും സർക്കാർ ഓഫീസും ഏതാണ്ട് ഒരേമാതിരി ഒക്കെ ആയിരിക്കാം ഇപ്പൊ. അതെ. അതുപോലെ ആയിരിക്കാം. കൃത്യസമയത്ത് വരിക, ഇഷ്ടമുള്ള ജോലി ചെയ്യുക, ശമ്പളം മേടിക്കാൻ പോവുക. അതുപോലെ തന്നെ കാര്യസാധ്യത്തിന് അമ്പലങ്ങളിലായാലും അതുപോലെ തന്നെ ഓഫീസുകളിലായാലും അവിടെ ആരുമല്ല അധപ്പതിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുക. അപ്പൊ അവിടെയാണ് ഇങ്ങനെയുള്ള ഉപദേശങ്ങളുടെ പ്രസക്തി, അവിടെയാണ്. പക്ഷെ ഒന്നും നടക്കാറില്ല. അതിന് സംവിധാനം ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താറില്ല. ആ വഴിക്കല്ല അത് പോവുക. അത് കഥ പറഞ്ഞ് വീണ്ടും അവരുടെ ഉള്ളിലുള്ള ദുർവാസനകളെ ആളിക്കത്തിക്കാനേ ഉപകരിക്കുന്നു. അത് മാറ്റിയിട്ടെടുക്കാനാണ് ഇവർ ശ്രമിക്കേണ്ടത്. എന്തായാലും നമുക്കിങ്ങനെ ഈ വഴി പോവാം, നമ്മുടെ വഴിയെ. ഞങ്ങൾക്കൊക്കെ കിട്ടിയൊരു വലിയ അനുഗ്രഹം ഇങ്ങനെ ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഈ വേളകളിൽ ചിന്തിച്ചോണ്ടിരിക്കാം, ഉറങ്ങാതെ ആത്മാവിനെ ഒന്ന് ഉണർത്താനുള്ള അവസരങ്ങളാണ്. ചിന്തിക്കാനുള്ള അവസരം നമുക്ക് കിട്ടും. മനസ്സിനെ ഒന്ന് റീചാർജ് ചെയ്യാൻ പറ്റുമല്ലോ ഒരാഴ്ചക്ക്. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? എങ്കിലും ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണമുദച്യത്തെ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി. നമസ്കാരം. നമസ്തേ. നമസ്കാരം.